ഭഗവാനെ, ഈ കല്യാണമെങ്കിലും മുടങ്ങാതെ നടത്തിത്തരണേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. ഈശ്വര കടാക്ഷിക്കണേ. ഭഗവാനെ, സമസ്ത അപരാധവും പൊറുക്കണേ. ഭഗവാനെ, കാത്തോളണേ. പറ മെമ്പറെ, പോയ കാര്യം എന്തായി? ആ മെമ്പറെ, എന്തായി? സെറ്റായോ? ഇല്ല, അതും ചീറ്റി. ഷോ, ഇപ്രാവശ്യവും വയറും നിറയായിരിക്കും. അതല്ല, നിങ്ങൾ ആശയെ ചുറ്റിപ്പറ്റി നടന്നില്ലേ, അതാ കാര്യം. അവരതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ആ ചായക്കടക്കാരൻ കുട്ടപ്പനില്ലേ, ആ വിവരദോഷി, അവനാ പറഞ്ഞു കൊടുത്ത. കുട്ടപ്പനും? ആ, നിന്റെ മിക്ക കല്യാണാലോചനകളും അവനാ മുടക്കിയത്. നമ്മുടെ കുട്ടപ്പനോ? കുട്ടപ്പനല്ലേ? കുട്ടപ്പന. മെമ്പർ വെച്ചോ, ഞാൻ വിളിക്കാം. വെച്ചോ. കല്യാണം മുടക്കിയിട്ട് ഉടുപ്പില്ലാതെ പല്ല് തെറിച്ചോണ്ട് വരണ പാട്ടി. അല്ല, ഇതാര്? വീക്കയോ? ഗിരീഷോ? ഇന്നും പണിക്കൊന്നും പോയില്ലായിരിക്കും. വീക്കെ അടിച്ച് നടക്കുക അല്ലയോ? പണിയില്ല, ഇന്നൊരുത്തിന് പണി കൊടുക്കാനുണ്ട്. വാ, മുടിയൊക്കെ നരച്ചു പോയല്ലോ. രാവിലെ വല്ലതും കഴിച്ചായിരുന്നു? കഴിച്ചു. നന്നായി. ഇങ്ങോട്ട് തന്നെ കൊടുക്കാനുള്ളത് ആർക്കാണേലും അപ്പ കൊടുക്കണം. അതാ എന്റെ ഒരു ശീലം. പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇരിക്കട്ടെ. എടാ, ഒന്നും രണ്ടും അല്ല, 15 കല്യാണമാണ് നീ എന്റെ മുടക്കിയത്. ഇനി ആരുടെയെങ്കിലും കല്യാണം നീ മുടക്കി എന്ന് ഞാൻ അറിഞ്ഞ കുട്ടപ്പാ പന്നി കട്ടപ്പുറത്താക്കി കളയും നിന്നെ. നത്തിനുണ്ടായവനെ. ഈശ്വര ഭഗവാനെ, സമസ്താപരാധങ്ങളും തീർക്കണേ. എവിടെയവൻ? ഓടുന്നോ? പട്ടിയോടെ എനിക്ക് തൊഴിക്കാവട്ടാ. എന്തൊക്കെ ആശയായിരുന്നു ആശയെ നീ തന്നത്. എല്ലാം പോയി. ഇനി ആരുടെ പുറകെ പോകും? പുതിയ വല്ലതും വരുന്നോന്ന് നോക്കാം. എന്നാലും ആശയെ ഒന്നും വേണ്ടായിരുന്നു. തേടിയ വള്ളി കാലേ ചുറ്റി. അതാ ആള്. എടാ ബിജു, നിന്നെ അന്വേഷിച്ച് എവിടെല്ലാം നടന്നു? എന്താ പറ? ഇതാരാണെന്ന് അറിയാവോ? ഇത് നമ്മള് പെണ്ണ് കാണാൻ പോയ വീട്ടിലെ ആളല്ലയോ? ആ ബിജു, സത്യം പറയാമല്ലോ, അന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് പോയതിനു ശേഷം പല ആലോചനകളും അവർക്ക് വന്നു. എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അവസാനം അവളൊരു തീരുമാനത്തിലെത്തി. അന്ന് ഗിരീഷിന്റെ കൂടെ വന്നു പോയ ബിജുവിനാണ് അവൾക്ക് ഇഷ്ടം. അതാണ് പറഞ്ഞത് നേരാണോ? നീ കേറ് മെമ്പറെ, പണി തരാനാണോ? ഏയ് അല്ലല്ല, ബിജു ധൈര്യമായിട്ട് കയറ്, ഞാനല്ലേ പറയുന്നേ. വാ എന്നാ പോയേക്കാം. ചെരുപ്പ് പിന്നെ വണ്ടിക്കകത്ത് കയറി. എണ്ണക്കല്ലിന് എന്നെ ഇഷ്ടപ്പെട്ടു. മെമ്പറെ, വീടിനൊക്കെ എങ്ങനാ? വീട് മൊത്തം എനിക്കുള്ള ഇല്ലയോ? അതൊക്കെ നിങ്ങൾ അമ്മായി പിന്നെ മരുമോനും കൂടെ തീരുമാനിച്ചു. എന്തൊരു ഓട്ടം അവൻ ഓടിയ, കിട്ടി ഒന്നുകൂടെ പൊട്ടിക്കായിരുന്നു. അയ്യോ, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈശ്വര, പിടിച്ച് ഒന്ന് നിന്നെ. എന്താ ഒരു വഴി? വെള്ളത്തിൽ ചാടിയാലോ? അല്ല വേണ്ട. എന്താ പെങ്ങളെ? ഗിരീഷേട്ടൻ പോവാണോ എന്ന് ചോദിച്ചാ അല്ല, ഓടിയാൽ ഇവൾ എറിഞ്ഞിടും. അയ്യോ, വെള്ളത്തിൽ ചാടിയാ മുക്കിക്കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാ. വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അതാ ബുദ്ധി. എനിക്ക് ഭ്രാന്തില്ല ഗിരീഷേട്ടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എല്ലാ ഭ്രാന്തന്മാരും ഇത് തന്നെയാ പറയുന്നത്. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് ഭ്രാന്തില്ല. ഒരു കാര്യം പറയാനാ. എന്തിനാ? മുളക് പൊടി ഇടാനല്ലേ? അന്ന് അങ്ങനെ ചെയ്തത് അമ്മു പറഞ്ഞിട്ടാ. അമ്മു പറഞ്ഞിട്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അജിയോടുള്ള ദേഷ്യത്തിനാ അമ്മു അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എടാ അജി, എനിക്ക് ഗിരീഷേട്ടനെ ഇഷ്ടമാ. സത്യം? അപ്പൊ നിനക്ക് ഭ്രാന്തില്ലല്ലേ? എടി അമ്മു, നീ കാരണം എന്റെ ആസനമാ പോയത്.
ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്താനാടി ഞാൻ ആഗ്രഹിച്ചത്. ഇനി ഗിരീഷിന്റെ ജീവിതത്തിൽ എന്റെ സ്മിതക്കുട്ടി മാത്രമേ ഉള്ളൂ. ഈ ഒഴുകുന്ന പുഴയിലാടി നമ്മുടെ ആദ്യത്തെ മണിയറ ചക്കര. വണ്ടി ഒന്ന് ചവിട്ടിക്കേ. ഓ. ഞാൻ അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു നല്ല കാര്യത്തിന് പോയില്ലേ? അത് ശരി, അത് നല്ല കാര്യമില്ല. ഈശ്വരാ, എൻ്റെ ദൈവമേ, ഒരുപാട് പുണ്യം കിട്ടും. സുന്ദരിയായ ഒരു പെണ്ണിനെ എനിക്ക് തന്നതിന്. ദൈവമേ, ഇനി നടക്കാൻ പോകുന്ന കാര്യം ആരും അറിയില്ലേ. എല്ലാം നടന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു മതി. അമ്മേ ദൈവമേ, നല്ല ശ്രീധരൻ കിട്ടണേ. ഭഗവാനേ, കാത്തു രക്ഷിക്കണേ. എന്നെയും രക്ഷിക്കണേ, അവളെയും രക്ഷിക്കണേ. അമ്മേ ദൈവമേ. അയ്യോ, അവളല്ലേ? അവളെന്താ എൻ്റെ കൂടെ? ചേടാ, പണി പാടി. അജി, നീ എന്താടാ ഇവിടെ? അളിയനെന്താ ഇവിടെ? ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന. ഇവളോ? അളിയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. മോളെ, എന്താ ഇതൊക്കെ? മോളല്ലേ പറഞ്ഞത് ബിജുവിനെ ഇഷ്ടമെന്ന്? അച്ഛൻ പറഞ്ഞത് നേരാ. പക്ഷെ ബിജുവിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവരുടെ കൂടെ നടക്കുന്ന ഈ അജിയെ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാ. ഞാൻ എന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ അജിയാണെന്ന്. പിന്നെന്താ? അന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ പോയത് ഇവളെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവളാണ് ആ കാര്യം എന്നോട് പറഞ്ഞത്. എല്ലാം കൈവിട്ടു പോയല്ലോ എന്റെ മെമ്മറേ. എന്റെ ദൈവമേ, ഇതെന്റെ തലയിലായല്ലോ.